മിസ് ഇപ്പം 10ാം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ കുറെ ഡൗട്ട് കാര്യത്തിലൊക്കെ ആയിരിക്കും. നീ +1 ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണം, ഫ്രണ്ട്സ് ഒക്കെ ഉള്ള സ്കൂളിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, അങ്ങനെ ഭയങ്കര കുറെ സംശയമുള്ള ഒരു പീരീഡിലാണ് എല്ലാവരും. അതെ, എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ തുടങ്ങി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏത് ചൂസ് ചെയ്യണം എന്ന് കുറെ കൺഫ്യൂഷനിലായിരിക്കും. കുറെ കുട്ടികൾ വന്ന് ചോദിക്കുന്നുണ്ട്, മിസ്സിന്റെ ഒപ്പീനിയൻ പറ, ഏത് എടുക്കണം എന്നൊക്കെ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ എന്റെ കസിന്റെ കാര്യം ഓർമ്മ വരുന്നു. നിന്റെ കസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ CA ഫൗണ്ടേഷൻ ഇപ്പൊ ക്ലിയർ ചെയ്ത നമ്മുടെ സൈലത്തിലെ. അതെ അതെ, ആള് ഇതേമാതിരി ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് കൊമേഴ്സ് ഫീൽഡായിരുന്നു താല്പര്യം. പക്ഷെ പിന്നെ കൂടെയുള്ള കുറെ ആൾക്കാർ പറഞ്ഞു, വേണ്ട, ഇനി കൊമേഴ്സ് പോണ്ട, ഇത്രയും മാർക്ക് ഉണ്ടായിട്ട് എന്തിനാ കൊമേഴ്സ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ സാധ്യതകളെ പറ്റിയിട്ട് കുറെ ആൾക്കാർ അറിയാത്തോണ്ടായിരിക്കാം. കുറെ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാർക്ക് കുറച്ച് കുറഞ്ഞാലാണ് കൊമേഴ്സിൽ എത്തിപ്പെടുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അതിന്റെ സാധ്യതകളെ കുറിച്ച് കുറെ പേർക്ക് അറിയില്ല. അതായത് ഇപ്പം ചെറിയ ഏജിൽ തന്നെ സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരുപാട് പ്രീമിയം കോഴ്സസ് ഉണ്ട്. CA, CMA, CCA, അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും കുട്ടികൾ. അതല്ലാതെയും കുറെ കോഴ്സസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല പ്രശ്നം. അതെ, അതിനെപ്പറ്റി ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു കൊമേഴ്സിലേക്കും അവരെ ചിന്തിച്ചേനെ. ഉറപ്പായിട്ടും ചിന്തിച്ചേനെ. അതേപോലെ വരുന്നൊരു സംശയമാണ്, കുറെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടഫായിരിക്കും കൊമേഴ്സ്. കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ടഫാണോ? അതെ, മാത്സ് ഉണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട് അവർക്ക്. പക്ഷെ 10ാം ക്ലാസ്സിൽ അവർ പഠിച്ച സൈനും കോസിട്ടാനും ഒന്നും നമ്മുടെ കൊമേഴ്സിലില്ല. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഇതേ ഉള്ളൂ നമ്മുടെ കൊമേഴ്സിലെ മാത്സ്. അത് പലർക്കും അറിയില്ല. പക്ഷെ കൊമേഴ്സിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വേറൊരു സ്ഥലത്താണ്. പുതിയ പുതിയ കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ അത് അവർ അപ്പൊ തന്നെ മനസ്സിലാക്കി പോയാൽ മാത്രമേ അവർക്ക് അവരുടെ ഡ്രീമിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. CA, CMA, CCA ഇതിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ബേസ് സ്ട്രോങ് ആക്കുക, അതിനെ +1 +2 സെറ്റ് ആക്കുക എന്നുള്ളതാണല്ലോ. അത് സെറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ഡ്രീംസിലേക്ക് അടിപൊളിയായിട്ട് തന്നെ എത്താൻ പറ്റും. കാരണം ആ ബേസ് ഇവർക്ക് കിട്ടുന്നത് +1 +2 കൊമേഴ്സിലാണ്. അപ്പൊ +1 +2 കൊമേഴ്സ് ബേസ് ഒക്കെ അത്രയും സെറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പോകണം. അതിന് നല്ല ഗൈഡൻസ് കിട്ടണം. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ നമ്മുടെ സൈലത്തിലെ യുവ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കോൺസെപ്റ്റുകളൊക്കെ അത്രയും സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ യുവ ബാച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബേസ് ഒക്കെ സെറ്റ് ആക്കി നമ്മളെ വലിയ വലിയ ഡ്രീംസിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ മക്കളെ, കൊമേഴ്സ് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമ്മുടെ സൈലത്തിന്റെ യുവ ബാച്ചിൽ എല്ലാവരും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ഇനി നിങ്ങളെ കൊമേഴ്സ് യാത്രയിൽ ഞങ്ങളും ഉണ്ടാവും നിങ്ങളോടൊപ്പം.